ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടണോ? വീട്ടിലുള്ള ഈ ഭക്ഷണങ്ങൾ കഴിക്കാം. പോഷകങ്ങൾ നമ്മുടെ ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നു. ശരീരത്തിലെ പോഷകാഹാരക്കുറവ് ഹീമോഗ്ലോബിൻ്റെ അളവിനെയും ബാധിക്കും. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. അവയുടെ അഭാവം അനീമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഗണ്യമായി കുറയുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു. നമ്മുടെ രക്തത്തിൽ ആവശ്യമായ അളവിൽ ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹീമോഗ്ലോബിൻ്റെയും ചുവന്ന രക്താണുക്കളുടെയും അളവിൽ ഗണ്യമായ കുറവുണ്ടാകുന്നതാണ് വിളർച്ച അഥവാ അനീമിയ എന്ന രോഗാവസ്ഥയ്ക്ക് ഇടയാക്കുന്നത്. അനീമിയ തടയുന്നതിനാണ് പ്രധാനമായും ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത്. ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ കഴിക്കേണ്ട ഇരുമ്പടങ്ങിയ ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം. ഇരുമ്പടങ്ങിയ ബീട്രൂട്ട് പതിവായി കഴിക്കുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും. മിതമായ അളവിൽ റെഡ് മീറ്റ് കഴിക്കുന്നത് ശരീരത്തിൽ ഇരുമ്പ് ലഭിക്കാനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും. ഇരുമ്പടങ്ങിയ മുരിങ്ങയില കഴിക്കുന്നതും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും വിളർച്ചയെ തടയാനും സഹായിക്കും. ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയതിനാൽ ഈന്തപ്പഴം വിളർച്ചയെ തടയാൻ സഹായിക്കും. ഹീമോഗ്ലോബിൻ്റെ കുറവിന് ഏറ്റവും നല്ല പരിഹാരങ്ങളിൽ ഒന്നാണ് മാതളം. ഭക്ഷണത്തിലെ ഇരുമ്പിൻ്റെ അംശം വർദ്ധിപ്പിക്കുന്നതിന് മത്തങ്ങ വിത്തുകൾ കഴിക്കാം. ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ വിറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ ഇരുമ്പിൻ്റെ ആഗിരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് അല്ലെങ്കിൽ അനീമിയ എന്ന അവസ്ഥ പല രീതിയിലാണ് ആളുകളിൽ പ്രകടമാകുന്നത്. അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലത് താഴെ പറയുന്നവയാണ്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദന, ശ്വാസതടസ്സവും തലകറക്കവും, തളർച്ചയും ബലഹീനതയും, ശരീരത്തിന് പിരിമുറുക്കം അനുഭവപ്പെടുക, കുറഞ്ഞ രക്തസമ്മർദ്ദം, ശരീരത്തിലെ ഊർജത്തിൻ്റെ അളവ് കുറയുന്നു, കോപവും അസ്വസ്ഥതയും, നെഞ്ചുവേദന എന്നിവയാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് സൂചിപ്പിക്കുന്ന ചില ലക്ഷണങ്ങൾ.